നമസ്കാരം. ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ശനി ജനുവരി 4, 2025 വാർത്തകളിലേക്ക്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് അരങ്ങുണരും. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ 9-ന് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് ഔപചാരിക തുടക്കമാകും. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 25 വേദികളിലായി 249 ഇനങ്ങളിലായി 15,000 വിദ്യാർത്ഥികൾ മാറ്റൊരുക്കും. ജനുവരി 8-ന് വൈകിട്ട് 5-ന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കലോത്സവ അപ്പീലുകൾ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിക്ക് വിലപ്പെട്ട സമയം ഇതിന്റെ പേരിൽ നഷ്ടപ്പെടുത്താനാവില്ലെന്നും കലോത്സവ പരാതികൾ പരിഹരിക്കാൻ ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്ന സർക്കാരിന് ആലോചിക്കാമെന്നും കോടതി പറഞ്ഞു. സ്കൂൾ കലോത്സവം ഇന്ന് തുടങ്ങാനിരിക്കെ നിരവധി ഹർജികളാണ് ഇന്നലെ അവധിക്കാല ബെഞ്ചിൽ എത്തിയത്. ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനം. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും UDFും ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നും ഈ സംഘടനയോട് മുസ്ലിം ലീഗിന് വല്ലാത്ത പ്രതിപത്തിയാണെന്നും ഇത് അപകടമാണെന്ന് ലീഗ് മനസ്സിലാക്കിയതിൽ വർഗീയത വിഴുങ്ങിയെന്ന് വരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തിന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കുന്നവരല്ല ഇടതുപക്ഷമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. പെരിയ ഇരട്ടക്കൊലപാതക കേസ് വിധി അന്തിമമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ഗൂഢാലോചന നടത്തിയെന്ന് വരുത്താനാണ് CBI ആദ്യം മുതൽ ശ്രമിച്ചതെന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. ഗൂഢാലോചന കുറ്റം ചുമത്തിയത് കൂടുതൽ CPMകാരെ പ്രതികളാക്കാനാണ് LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. കൊലപാതകത്തിൽ CPMന് പങ്കില്ലെന്ന് പറഞ്ഞ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ വിചാരണ കോടതി വിധി അന്തിമമല്ലെന്നും CPM നേതാക്കൾക്ക് വേണ്ടി മേൽക്കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരായി കോടതി വിധിച്ച പ്രതികളെ നിരപരാധികളായി ചിത്രീകരിക്കുന്ന CPM നടപടി കേരള മനസാക്ഷിക്കെതിരാണെന്ന് KPC പ്രസിഡന്റ് K സുധാകരൻ MP. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ CBI കോടതി വിധി അന്തിമമല്ലെന്ന് പറഞ്ഞ പ്രതികൾക്കായി വീണ്ടും സംരക്ഷണമായി ഇറങ്ങാനുള്ള CPM നിലപാട് തെറ്റിദ്ധർത്താൻ അവർ തയ്യാറല്ലെന്നുള്ള പ്രഖ്യാപനമാണെന്നും സുധാകരൻ പ്രതികരിച്ചു. ഒരു CPMകാരനും നാളെ കൊലക്കത്തിയെടുക്കാൻ പ്രോത്സാഹനമാകാതിരിക്കാൻ വധശിക്ഷ കഴിയുമായിരുന്നുവെന്നും പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതികൾക്ക് വധശിക്ഷ തന്നെ വേണമായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. കൊലയാളികളും ഭരണാധികാരിയും തമ്മിൽ വേർതിരിവില്ലാത്ത കേസിൽ അത്തരമൊരു മാതൃകയ്ക്ക് പോരാട്ടം തുടരുമെന്നും ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് നരയിക്കുന്നത് മറ്റു തരത്തിൽ നീതിയായിരിക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു. പെരിയ കൊലക്കേസ് പ്രതികളെ കാണാനായി CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹൻ എത്തി. ശിക്ഷിക്കപ്പെട്ടവരെ കാണാൻ വേണ്ടി വന്നതാണെന്നും ശിക്ഷിക്കപ്പെട്ടത് പാർട്ടിക്കാർ ആയതുകൊണ്ടാണ് കാണാൻ വന്നതെന്നും CN മോഹൻ പ്രതികരിച്ചു. പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും പരാതി. പ്രതിഭ MLAയുടെ മകൻ പ്രതിയായ കഞ്ചാവ് കേസിൽ പുകവലിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല, താനും പുകവലിക്കാറുണ്ടെന്ന് സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെയാണ് പരാതി. KPC സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ ജോൺ ഡാലിയനാണ് പരാതി നൽകിയത്. കുട്ടികളെ പുകവലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കോടതി നിയമപ്രകാരം കുറ്റകരമാണെന്നും മന്ത്രിക്കെതിരെ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ വീണ്ടും ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ തന്റെ പാർട്ടിയിലെ ഒരു MLA വേട്ടയാടിയാൽ കാഴ്ചക്കാരനാകില്ലെന്നും വലിയ തോതിൽ കഞ്ചാവ് പിടിച്ചിട്ടില്ലെന്നും പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചതിന് തെളിവില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഉപദേശിച്ച് നല്ല വഴിക്ക് നടത്തേണ്ടതിന് പകരം എക്സൈസ് കേസെടുത്തുവെന്നും അത് ശരിയല്ല എന്നുമാണ് പറഞ്ഞതെന്നും സജി ചെറിയാൻ ന്യായീകരിച്ചു. കുട്ടികളിലെ പുകവലി നല്ല ശീലമല്ലെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാനാണ് എക്സൈസ് ശ്രമിക്കുന്നതെന്നും പുകവലിയെക്കുറിച്ച് മന്ത്രി സജി ചെറിയാൻ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞതിന് മറുപടിയായല്ല ഇത് പറയുന്നതെന്നും മന്ത്രി പറഞ്ഞു. കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് ഇടക്കാല ജാമ്യം. നൃത്തപരിപാടി മുഖ്യ സംഘാടകനായ മൃദംഗഭൂഷൺ MD നിഘോഷ് കുമാറിനും മറ്റ് പ്രതികളായ ഷമീർ അബ്ദുൾ റഹീം, ബെന്നി കൃഷ്ണകുമാർ എന്നിവർക്കും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ചൊവ്വാഴ്ച പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഉണ്ടാകും. സനാതന ധർമ്മത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാതെയാണ് ചിലരുടെ പ്രതികരണമെന്നും അജ്ഞതയ്ക്കും ഇതിലപ്പുറം എത്താനാകുമോ എന്നും സനാതന ധർമ്മ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇത്തരക്കാർ സമൂഹത്തിന് ഭീഷണി അവർക്ക് വഴങ്ങിയിരിക്കുകയാണെന്നും സ്വയം തെറ്റിദ്ധരിക്കപ്പെട്ട് ഇവർ കഴിയുകയാണെന്നും JNU സർവകലാശാലയിൽ നടന്ന 21ാമത് അന്താരാഷ്ട്ര വേദാന്ത കോൺഗ്രസിൽ പങ്കെടുത്ത് ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിലിനെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. നിലവിലെ സെക്രട്ടറി EN മോഹൻദാസ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിയാനുള്ള സാധ്യത പാർട്ടി അറിയിച്ചിരുന്നു. അമിത്ഷായ്ക്ക് ഡോക്ടർ BR അംബേദ്കറോട് പുച്ഛമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ നയം ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയത മരുന്നില്ലെന്നും രണ്ടും പരസ്പര പൂരകമെന്നും എന്നാൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞു.
പിണറായി ഗ്രാമപഞ്ചായത്തിൻ്റെ അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും 32 ലൈഫിലെ ഭവനങ്ങളുടെ താക്കോൽ കൈമാറലും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് തന്നെ മാതൃകയാണ് അതിദാരിദ്ര്യ മുക്ത മധ്യയെന്നും മറ്റ് സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കില്ലെന്നും ഉറങ്ങുന്നതിന് മുമ്പേ അത്താഴം ഭക്ഷണിക്കാറുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്നുവെന്നും നമ്മുടെ പഴയ സംസ്കാരമാണ് പുതിയ രീതിയിൽ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. താഴെത്തട്ടിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളോട് സംസ്ഥാന സർക്കാരിനുള്ള കരുതൽ കൂടിയാണ് ഈ പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു. കേരള ബാങ്കുകളുടെ വിൽപ്പന ഇതര സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിയമവിധേയമാക്കും. SDPI മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് KS ഷാനിനെ കൊലപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതികൾ അറസ്റ്റിൽ. മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി വീണ്ടും ഒറ്റയാൻ കബാലി മരവും പനയും റോഡിലേക്ക് മറിച്ചിട്ടാണ് മലക്കപ്പാറയ്ക്ക് സമീപം 10 അടി പാലത്തിനരികെ കബാലി ഗതാഗതം തടസ്സപ്പെടുത്തിയത്. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൈകിട്ട് 6 മണിയോടെ റോഡിൽ നിലയുറപ്പിച്ച ഒറ്റയാൻ 7:45 റോഡിൽ നിന്ന് മാറിയത്. തിരുവനന്തപുരം മധുര എക്സ്പ്രസിന്റെ ബോഗികൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൊല്ലം ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് വേർപെട്ട് ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ നിന്ന് ബോഗികൾ വേർപെട്ടത്. വടകരയിൽ കാരവാനിൽ യുവാക്കൾ മരിച്ച സംഭവത്തിൽ മരണകാരണം കാർബൺ മോണോക്സൈഡ് എന്ന് കണ്ടെത്തൽ. NIT സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. ജനറേറ്ററിൽ നിന്ന് വിഷവാതകം കാരവാന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ദൂരം വഴി അകത്തെത്തിയെന്നും 2 മണിക്കൂറിൽ 957 ppm അളവ് കാർബൺ മോണോക്സൈഡാണ് വാഹനത്തിൽ പറന്നതെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. വടക്കാഞ്ചേരി ദേശീയപാതയിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയുടെ ശരീരത്തിലൂടെ ടോറസ് ലോറി കയറിറങ്ങി വീട്ടം മരിച്ചു. തൃശൂർ കേച്ചേരി പട്ടിക്കര സ്വദേശി രാക്കിമരക്കാർ വീട്ടിൽ ഷെരീഫിന്റെ ഭാര്യ ഷബിതയാണ് മരിച്ചത്. ഒഡീഷയിലെ സംബൽപൂർ നഗരത്തിലെ മണപ്പുറം ഗോൾഡ് ലോൺ ഓഫീസിൽ പട്ടാപ്പകൽ വൻ കവർച്ച. 30 കിലോ സ്വർണവും 4 ലക്ഷം രൂപയും കൊള്ളയടിച്ചാണെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ. ഇന്നലെ രാവിലെ ആയുധങ്ങളും തോക്കുകളുമായി ഒരു സംഘം കവർച്ചക്കാർ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി ജീവനക്കാരെയും ബ്രാഞ്ച് മേധാവിയെയും ബന്ദിയാക്കി തോക്കിൻ മുനയിൽ നിർത്തി സ്വർണം സൂക്ഷിച്ച നിലവറയുടെ താക്കോലും പാസ്വേഡും സ്വന്തമാക്കി സ്വർണവും പണവും കൊള്ളയടിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. പുഷ്പ 2 പ്രീമിയർ ഷോക്കിടെ തിരക്കിൽപ്പെട്ട സ്ത്രീ മരിച്ച നരഹത്യ കേസിൽ അല്ലു അർജുന് സ്ഥിര ജാമ്യം 50,000 രൂപയും 2 ആൾ ജാമ്യം എന്ന 2 വ്യവസ്ഥകളോടെയാണ് സ്ഥിര ജാമ്യം അനുവദിച്ചത്. കേരളം മിനി പാകിസ്ഥാനാണെന്ന മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയുടെ പ്രസ്താവന ശരിയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. നിതീഷ് റാണയുടെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്കും സമരത്തിനും തമിഴ്നാട് പോലീസ് അനുമതി നിഷേധിക്കുന്നതിനിടയിൽ പ്രതിഷേധിച്ച് MK സ്റ്റാലിൻ സർക്കാരിന്റെ അതിരൂക്ഷമായ വിമർശനവുമായി DMKയുടെ സഖ്യകക്ഷിയായ CPM. തമിഴ്നാട്ടിൽ അപ്രഖ്യാത അടിയന്തരാവസ്ഥ ആണോ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി K ബാലകൃഷ്ണൻ ചോദിച്ചു. ആഡംബര കൊട്ടാരം നിർമ്മിക്കാമായിരുന്നിട്ടും ഒരു വീട് പോലും സ്വന്തമായി നിർമ്മിക്കാത്ത ആളാണ് താനെന്നും എന്നാൽ രാജ്യത്തിന്റെ പാവങ്ങൾക്കായി 4 കോടി വീടുകൾ നിർമ്മിച്ചെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപണങ്ങൾക്ക് മറുപടി നൽകി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള ചൈനയുടെ നീക്കത്തിൽ ആശങ്കയുയർത്തി ഇന്ത്യ. ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്സയുടെ 960 കോടി രൂപ മൂല്യം വരുന്ന 2.68 ലക്ഷം ഓഹരികൾ സന്നദ്ധ സംഘങ്ങൾക്ക് സംഭാവന നൽകിയെന്ന് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.